പറഞ്ഞല്ല അതാ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ ഈ സ്വർണം കട്ടതാരാ, 3 പേര് ആരാ ജയിലിൽ കിടക്കണം. അത് കോടതിയുടെ മുൻപാകെ വന്ന തെളിവുകൾ പരിശോധിച്ചിട്ടാണ് കോടതി. അവർക്ക് ജാമ്യം പോലും കൊടുക്കുന്നില്ലല്ലോ. ജാമ്യം കൊടുക്കാൻ പോകുമ്പോൾ കോടതി രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. വീണ്ടും ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കണമെന്ന കോടതി ജാമ്യാപേക്ഷയുമായിട്ട് ചെന്നപ്പോൾ കോടതി പറഞ്ഞെന്താ, കോടതിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ജാമ്യാപേക്ഷയുമായിട്ട് ചെന്നപ്പോൾ ഇനി ആളുകൾ പുറത്തു നിൽക്കുമെന്നാണ് ഇതിൽ ഉത്തരവാദികളായാൽ. കാരണം കോടതിയുടെ മുൻപാകെ വന്ന തെളിവുകൾ വെച്ചുകൊണ്ടാണ് കോടതി സംസാരിക്കുന്നത്. മനസ്സിലായ? ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് മന്ത്രി വാസവൻ്റെ രാജിയും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന അനാവശ്യമായ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നാണ്. പിന്നെ ഈ സഭയിൽ സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത്, സമരമാണ്. അപ്പം ചർച്ചയ്ക്ക് പ്രസക്തിയില്ല, സമരമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സമരത്തിലാണ്. ഞങ്ങൾ പ്രക്ഷോഭണത്തിലാണ്, സഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങൾ പ്രക്ഷോഭണത്തിലാണ്, സമരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ എന്താ ചെയ്യാൻ? അവരോട് തന്നെ ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് വൈരുദ്ധ്യം. ഇത് എല്ലാവർക്കും അറിയാവുന്നത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചല്ലോ, ഒരാൾ നാളെ കൊള്ളക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ അയാളുടെ കൂടെ പടം വരുന്ന എല്ലാവരും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്ന പലരും പല സ്ഥലത്ത് പോയി കാണും.